ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ നെക്സ്റ്റ് വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് അഭിലാഷം എന്ന് പറയുന്ന സിനിമയെ കുറിച്ചിട്ടാണ്. ഈ ഒരു സിനിമ കാണാനുള്ള പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഈ എമ്പുരാന്റെ റിലീസിന് ഇടയ്ക്ക് കൊണ്ടുവന്നിട്ട് ഈ ഒരു സിനിമ, അതും പ്രത്യേകിച്ച് വലിയ സ്റ്റാർ വാല്യൂ ഒന്നും ഇല്ലാത്ത സൈജു കുറുപ്പ് നായകനായിട്ട് വരുന്ന ആ ഒരു സിനിമ ഈ സമയത്ത് ഇറക്കാൻ കാണിച്ച ധൈര്യം, അതാണ് എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഈ സിനിമയുടെ ട്രെയിലറോ ഒന്നും കണ്ടിട്ടില്ല, പാട്ടുകളൊന്നും കേട്ടിട്ടില്ല. ഇതങ്ങോട്ട് കണ്ടു, ഇതിന്റെ പോസ്റ്റർ കണ്ടു, അപ്പൊ അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി വന്നു. അപ്പൊ അങ്ങനെ അങ്ങോട്ട് കയറി കണ്ടതാണ്. നല്ല രാത്രി കണ്ടു. ഞാൻ പ്രിപ്രയർ JKയിൽ വെച്ചിട്ടാണ് കണ്ടത്, 8:30 ഷോയ്ക്ക്. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, ഒരു 19 ആളൊക്കെ ഉണ്ടായിരുന്നു. ഭയങ്കര തിരക്ക് എമ്പുരാൻ തന്നെയായിരുന്നു. ഈ പടത്തിന്റെ പോസിറ്റീവ്സ് ആദ്യം പറഞ്ഞ് നെഗറ്റീവ്സും പറഞ്ഞിട്ട് ഇതിന്റെ വെർഡിക്റ്റ് ഞാൻ പറയാം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു സ്പോയിലർ എലമെന്റോട് കൂടിയിട്ടാണ് ഞാൻ നിർത്താൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ സ്പോയിലർ എലമെന്റ് എല്ലാവർക്കും കേൾക്കണമെന്നൊന്നുമില്ല, പടം കണ്ടവരാണെങ്കിൽ മാത്രം അത് കേട്ടാൽ മതി. ഇതിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് പെർഫോമൻസുകളാണ്. പെർഫോമൻസ് എന്ന് ഉദ്ദേശിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കുഞ്ഞു കുഞ്ഞു ക്യാരക്ടേഴ്സിന്റെ പേരുകളൊന്നും, ശരിക്കുള്ള പേരൊന്നും എനിക്ക് ഓർമ്മയിൽ വരുന്നില്ല. ആദ്യമായിട്ട് പറയാനുള്ളത് സൈജു കുറുപ്പിന്റെ ആ ഒരു പെർഫോമൻസ് വലിയ തിരക്കേടില്ലാണ്ട് ആൾക്ക് പറ്റുന്ന രീതിയിൽ ആ ഒരു ഫുൾ സ്ട്രെച്ചിൽ, അതായത് പടം തുടങ്ങുന്ന മുതൽ അവസാനം വരെ മൂപ്പരുടെ റോൾ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും കടന്നു പോകുന്നത്. ആ ഒരു ക്യാരക്ടറിന്റെ എലമെന്റ്സും കാര്യങ്ങളൊക്കെ വലിയ തരക്കേടില്ലാണ്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. പക്ഷേ ചില സമയങ്ങളിലൊക്കെ പാളിപ്പോയതായിട്ട് എനിക്ക് തോന്നിയിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതുപോലെ തന്നെ തൻവീറാം എന്ന് പറയുന്ന ആക്ട്രസ് ഇതിലെ നായികയാണ്. ഒരു ഉമ്മച്ചിക്കുട്ടിയാണ്. നല്ല രസമായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് അവർ. ഒരു നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ട് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനൊക്കെ ഉള്ളൊരു ഉത്തമ ഉദാഹരണം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനത്തെ രീതിക്കുള്ളൊരു ക്യാരക്ടർ നല്ല രീതിയിൽ പിടിച്ചു പോയിട്ടുണ്ട്. അത് അവർക്കൊരു ട്രാജഡിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതും അത്യാവശ്യം നല്ല രീതിക്ക് അവർ അവതരിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് പറ്റിയിട്ടുള്ള ട്രാജഡി ആക്ച്വലി ഇന്നത്തെ സമൂഹത്തിൽ വേറെ ആൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ അവരെ നിങ്ങൾ ഓക്കെ ആണോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കര രീതിയിലൊരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കിക്കും. അതിനെതിരെയൊക്കെയുള്ള ഒരു തുറന്നു പറച്ചിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് സൈജു കുറുപ്പ് ആ ഒരു സിറ്റുവേഷനെ ബേസ് ചെയ്തുകൊണ്ട് താനും ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവള് പറയുന്നുണ്ട്, എല്ലാവരും ഇത് ചോദിച്ച് മടുത്തിട്ടാണ് നിന്റെ അടുത്തേക്ക് വന്നത്, നീയും കൂടി ഇങ്ങനെ ആവില്ലേ പ്ലീസ് എന്ന് പറയുന്നുണ്ട്. അത് നല്ല രസമായിട്ടുള്ളൊരു സംഭവമായിട്ട് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ടൊരു കഥാപാത്രമായിട്ട് തോന്നിയിട്ടുള്ളത് സൈജു കുറുപ്പിന്റെ അമ്മ. എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ക്യാരക്ടറിന്റെ പേര് രാധ എന്നോ അങ്ങനെ എന്തോ ആണ് പേര്. നല്ല രസമുള്ള ക്യാരക്ടറായിരുന്നു. ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തിരുന്നു ആ ഒരു അമ്മയുടെ ക്യാരക്ടർ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അർജുൻ അശോകന്റെ ക്യാരക്ടർ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് എനിക്ക് ഫീൽ ചെയ്തു. പിന്നെ നമ്മുടെ ബിനുചേട്ടൻ, ആള് പാച്ചിക്ക എന്ന് പറയുന്ന റോള് അത്യാവശ്യം നല്ല രീതിക്ക്, ആകെ 2-3 സീനേ ഉള്ളൂ, വെടിപ്പായിട്ട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ശ്രീഹരി എന്നാണ് തോന്നുന്നു മ്യൂസിക് ഡയറക്ടറുടെ പേര്. ഗംഭീര വർക്കായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ മലയാളം സിനിമകളിലെ പാട്ടുകൾ അങ്ങനെ അധികം കേൾക്കാത്തൊരു വ്യക്തിയാണ്. കാരണം 10 പൈസയ്ക്ക് അധികവും ഉണ്ടാവില്ല മിക്കവാറും. ആകെ വളരെ ചുരുക്കം ചില സിനിമകളിലെ പാട്ടുകൾ മാത്രമാണ് നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുള്ളൂ. ഈ പടത്തിലെ പാട്ട് ഒരു ലവ് സോങ് ഉണ്ട്. ഇവരുടെ സ്കൂൾ കാലത്ത് കാണിക്കുന്ന പ്രണയത്തിൻ്റെ ആ ഒരു സംഭവം ഉണ്ടല്ലോ, ആ സമയത്ത് കാണിക്കുന്ന ഒരു പാട്ട് നല്ല കിട്ടലിന് എഫക്റ്റ് ആയിരുന്നു. അത് തിയേറ്ററിൽ നിന്ന് കേൾക്കുമ്പോൾ ശരിക്കും നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. അത് ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോറുകളും നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. സിനിമയ്ക്ക് എന്താണോ ആവശ്യം അതിനനുസരിച്ചുള്ള ആ ഒരു എലിവേറ്റ് ചെയ്യിക്കുന്ന കുറേ സാധനങ്ങളുണ്ട് ഈ ഒരു മ്യൂസിക് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുനിന്ന്. പിന്നെ ഒരു സീനുണ്ട്, അതിപ്പോൾ ഈ സിനിമയുടെ പോസിറ്റീവായിട്ട് കണക്കാക്കാനൊക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നല്ല രീതിക്ക് ഒരു ഫ്രഷ്നെസ് തോന്നിയിട്ടുള്ള ഒരു സാധനം, അതായത് ഈ ഉമ്മച്ചി കുട്ടികളുണ്ടല്ലോ, ഈ ഉമ്മച്ചി കുട്ടികളുടെ ഈ തട്ടം, ഈ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അമ്മ തേച്ച് കൊടുക്കുന്നൊരു സീനുണ്ട്. ആ ഇസ്തിരി ഇടുന്നൊരു സീന്, പണ്ടത്തെ ആ ഒരു തീക്കനലൊക്കെ ഇട്ടിട്ട് തേച്ച് കൊടുക്കുന്നൊരു പരിപാടി ഉണ്ടല്ലോ, ഇസ്തിരിപ്പെട്ടി. ആ ഒരു സംഭവം, ആ ഒരു തട്ടത്തിൻ്റെ മുകളിൽ എന്തോ ഒരു പൊടിയൊക്കെ വെതറിയിട്ട് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു. അത് എനിക്ക് ഭയങ്കര രസമായിട്ട്, ഭയങ്കര ഫീലിങ്സ് ആയിരുന്നു ആ ഒരു സീന്. ആ ഒരു പാട്ടിനിടയ്ക്ക് കാണുന്ന സമയത്ത് എനിക്കൊരു ഫ്രഷ് ഫീലായിരുന്നു. കാരണം എനിക്കിതൊന്നും അറിയില്ല, ഇവരിങ്ങനെയൊക്കെ ചെയ്യുമോ, എന്താണ് അതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സിനിമയ്ക്കകത്ത് ആ ഒരു സീന് കണ്ടപ്പോൾ എനിക്കൊരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു. അത് നല്ല ഒരു ഫീലിങ്സ് ഉണ്ടാക്കാനും കാരണമായി എന്ന് എനിക്ക് തോന്നി. കാരണം ഇതിൻ്റെ അകത്ത് സൈജു കുറുപ്പിൻ്റെ ക്യാരക്ടർ കുട്ടിക്കാലത്ത് സ്മെല്ലിനോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു സംഭവങ്ങൾ ചെയ്തതൊക്കെ എനിക്ക് നല്ല രീതിയിൽ വർക്കായി. ശരിക്കും അങ്ങനെ ഈ ഉമ്മച്ചി കുട്ടികളുടെ തട്ടത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു പോർഷൻ, ഒരു ചെറിയൊരു 10 സെക്കൻഡിൻ്റെ ഒരു പോർഷൻ ഉണ്ട് പാട്ടിനിടയ്ക്ക്. അത് നല്ല രീതിക്ക് എനിക്ക് ക്ലിക്കായി. നെഗറ്റീവ് സൈഡിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവരുടെയൊക്കെ പെർഫോമൻസിൽ, അതായത് സൈജു കുറുപ്പിൻ്റെയും തൻവീറാമിൻ്റെ ഒക്കെ പെർഫോമൻസിൽ ലവ് പോർഷൻ വരുന്ന സമയത്ത് സൈജു കുറുപ്പ് ലേശം ഡൗൺ ആവുന്നുണ്ട്. അത് ഇപ്പം എന്താ ഒരു നിർവികാരാവസ്ഥയാണോ, എന്തോ ഒരു പോരായ്മ എനിക്ക് ഫീൽ ചെയ്തു. അത് ശരിക്കും അങ്ങനെ അല്ലായിരുന്നു വരേണ്ടിയിരുന്നു എന്നുള്ളത് പല സ്ഥലങ്ങളിൽ എനിക്ക് തോന്നി. തൻവീറാമിൻ്റെ കേസിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്തൊരു സംഭവമുണ്ട്. അതായത് ഇവർ ഭയങ്കര ടെൻഷൻ അടിച്ച് നിൽക്കേണ്ട സീനാണ്.
അപ്പോൾ ഇവരുടെ മുഖത്തേക്ക് ക്യാമറ ക്ലോസപ്പ് ഷോട്ടായിട്ടാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സൈജു കുറുപ്പിന്റെ കൂട്ടുകാരൻ പറയുന്നത് കേട്ട് ഇവർ ഭയങ്കര ടെൻസ്ഡ് ആയിട്ട് നിൽക്കേണ്ട മുഹൂർത്തത്തിൽ അവരനുഭവിക്കുന്ന ആ ഒരു ടെൻഷനല്ല, അവർക്ക് ചെറിയൊരു പുഞ്ചിരിയൊക്കെ വരുന്നു. അയാൾ പറയുന്ന കോമഡി കേട്ടിട്ടാണോ അല്ലെങ്കിൽ അവതരിപ്പിക്കുന്ന രീതി കണ്ടിട്ട് ചിരിക്കുന്നതാണോ എന്നറിയില്ല. 1-2 സ്ഥലത്ത് എനിക്ക് ആ ഒരു ക്ലോസപ്പ് ഷോട്ട് വെക്കുന്ന സമയത്ത് ആ ഒരു ചിരി ചെറിയ രീതിക്ക് മിന്നി പറഞ്ഞു പോയി. അത് വല്ലാത്തൊരു എന്താ പറയുക, ആ ഒരു സീനിനെ അലോസരപ്പെടുത്തുന്നതായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ടെൻഷൻ അടിക്കുന്ന സീനിൽ, അതായത് നമ്മളല്ല ആ ഒരു ക്യാരക്ടർ ടെൻഷൻ അടിക്കേണ്ട സാഹചര്യത്തിൽ ഒരു ചിരി വന്നു പോവാന്ന് പറയുമ്പോൾ അത് ആ ക്ലോസപ്പ് ഷോട്ട് വെച്ചത് കൊണ്ട് വന്നിട്ടുള്ള പ്രശ്നമാണ്. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട സംഭവമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അതുപോലെ തന്നെ ഏറ്റവും വലിയ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതിൽ സൈജു കുറുപ്പിന്റെ കൂട്ടുകാരൻ കഥാപാത്രം ഒരാൾ വരുന്നുണ്ട്, വക്കീൽ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ആൾ തന്നെ വക്കീലാണ് മൂപ്പരുടെ ബാല്യകാലം അഭിനയിച്ചിരിക്കണമൊക്കെ അത്യാവശ്യം നന്നായിട്ടുണ്ട്, അതൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മച്ചിങ്ങ പ്രായത്തിൽ നിന്ന് മാറി കൊട്ടത്തേങ്ങയുടെ പ്രായമായി, എന്നാൽ പോലും ഇത്രയും ഇമ്മച്ചുവേർഡായിട്ട് പെരുമാറുന്ന ഒരു ക്യാരക്ടർ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഇത്രയും എന്താ പറയുക, ബോധമില്ലാത്ത ഒരു ക്യാരക്ടർ എന്നൊക്കെ പറയില്ലേ, ഒക്കെ വിട്ടുപിടിക്കേണ്ട സമയത്ത് വിട്ടുപിടിക്കേണ്ടതായിട്ടുള്ള സാഹചര്യത്തിൽ വിട്ടുപിടിക്കുക വേണം എന്നൊക്കെ ഉള്ളതാണ് എൻ്റെ ഒരു പോളിസിയൊക്കെ. പക്ഷേ ഈ ഒരു പ്രായത്തിലും ഇങ്ങനെ ഒരു ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള തിങ്സ്, അതും പ്രത്യേകിച്ച് ഒരു വക്കീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു മോശം പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നിയത്. ആ ഒരു ക്യാരക്ടറൈസേഷൻ എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും തോന്നിയില്ല. കുറച്ച് കോമഡിക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ തിരികാൻ നോക്കിയെന്നുണ്ടെങ്കിലും വലിയൊരു ഗുണമായിട്ട് എനിക്ക് തോന്നിയില്ല. ഇതിന്റെ വെർഡിക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്രയും വലിയൊരു സിനിമകൾക്കിടയിൽ ഇത്രയും കുഞ്ഞൊരു സിനിമ വരുമ്പോൾ നിങ്ങളുടെ കോളാണ് സിനിമ കാണണോ വേണ്ടെന്നുള്ളത്. പക്ഷെ പേഴ്സണലി എനിക്കിതിപ്പോൾ തിയേറ്ററിക്കൽ സ്റ്റഫാണെന്നൊന്നും തോന്നിയിട്ടില്ല. OTT വരുമ്പോൾ കണ്ടു കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, കാണണം അത്ര ആഗ്രഹമുള്ളവർക്ക്. ഇനിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആണ് ഈ ഒരു സംഭവം. ഒരുപാട് ബോയ്സ് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ്. അതായത് മനസ്സിലുള്ള പ്രണയം തുറന്നു പറയാൻ വേണ്ടിയിട്ട് നടക്കും, പക്ഷെ അത് തുറന്നു പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ മൂത്തു നരച്ച അപ്പാപ്പന്മാരായിട്ട് പിന്നാലെ നടന്ന് മെഴുകിയും കൊണ്ടിരിക്കുന്ന ഒരു പരിപാടി ഉണ്ട്. അതിനെ ന്യായീകരിക്കണമെന്നല്ല, പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞതിന് ഈ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അതും പോരാതെ നമുക്കിഷ്ടമാണെന്നുള്ളൊരു കാര്യമുണ്ട്, അതൊക്കെ. ബട്ട് അവരുടെ മനസ്സിൽ അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒഴിഞ്ഞു മാറി പോവാണ് വേണ്ട. അല്ലാണ്ട് പിന്നെ നിന്ന് കരഞ്ഞ് മോങ്ങി മെഴുകുക എന്ന് പറയുന്നത് വലിയൊരു സുഖമില്ലാത്ത പരിപാടിയാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഈ ഒരു സിനിമയ്ക്കകത്തുണ്ട്. 2-3 തവണയായിട്ട് ആ ഒരു ക്യാരക്ടർ അങ്ങനെയല്ല ഇങ്ങനെയാണെന്നുള്ളത് പറയുമ്പോൾ പിന്നെയും ഈ ഒരു സംഭവം തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആശ്വാസമാണല്ലോ എന്നുള്ളത് ആലോചിച്ചിട്ടാണ് പറയുന്നത് എന്നുണ്ടെങ്കിലും പിന്നെയും ഈ നിന്ന് മോങ്ങി മെഴുകുന്നത് അവനവനെ തന്നെ ചെറുതാക്കുന്നതിന് തുല്യമാണ് സംഭവം. അത് തന്നെയാണ് ഈ സിനിമ അവസാനത്തിൽ പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ഒരു വള്ളി പൊട്ടിയ പോലത്തെ ഒരു ഫീലാണ് എനിക്ക് ഉണ്ടായത് ആ ഒരു സംഭവത്തിനകത്തൊക്കെ. പ്രത്യേകിച്ച് വലിയ എന്താ പറയുക, നമുക്കൊരു ബോധോദയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവുന്നില്ല. ഒരു വള്ളി പൊട്ടിയ ഒരു ക്ലൈമാക്സ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ കാണുക. പ്രത്യേകിച്ച് ഈ ബോയ്സിനോടൊക്കെ, ഇത്തരത്തിൽ നടക്കുന്ന ബോയ്സിനോടൊക്കെ എനിക്ക് ഇത് മാത്രമേ പറയാനുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ വൻ മോശം പരിപാടിയാണ്. ഇത്രയും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോലും പിന്നാലെ നടന്ന് അയ്യോ ഞാൻ എൻ്റെ ലൈലയാണ്, അല്ല നീ എൻ്റെ ലൈലയാണ്, ഞാൻ നിൻ്റെ മജ്നു ആണ്, മജ്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈലേനെ ദൂരേക്ക് അയക്കും, എന്നിട്ട് പ്രേമിക്കും, ലൈല ഇല്ലാണ്ട് നമുക്ക് ജീവനില്ല ശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന ഒരുപാട് മെഴുകുന്ന പോലത്തെ ഡയലോഗ്. അതാണെന്നുണ്ടെങ്കിൽ ഒരു നേരെ ചൊവ്വേത് പ്രസന്റ് ചെയ്തിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുള്ളത്. അതും ഇതൊക്കെ കേട്ടിട്ട് നിർവികാര മുഖഭാവത്തോടു കൂടിയിട്ടാണ് ഈ തൻവീറാമ് തിരിച്ച് ട്രെയിൻ കയറി പോകുന്നത്. എനിക്ക് ശോകം പരിപാടിയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു സിനിമ കാണുകയാണെന്നുണ്ടെങ്കിൽ കാണണ്ടാവെന്നും ഞാൻ പറയണമെന്നില്ല. പക്ഷേ ഒന്നും കൂടി ഞാൻ പ്രിഫർ ചെയ്യുക OTT വന്നാൽ കണ്ടോളാൻ ഞാൻ പറയുള്ളൂ. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു സിനിമ കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ അവിടുത്തെ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നായിരുന്നു, ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ കമന്റ് ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കാതിരിക്കാം. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ഗൈസ്.